ബോട്ടിലാണ്. ഒരു ഊഞ്ഞാലിരുത്തി ആട്ടും നിങ്ങൾ. ഇവൻ ജയിച്ചാൽ കേട്ടോ. ഓക്കെ. എന്റെ പേര് മുഹമ്മദ് സഫ്വാൻ. ഞാൻ 4 സ്കൂളിൽ പഠിക്കുന്നു. ഞാൻ ഈ സ്കൂളിൽ കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്നതെല്ലാം ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും കൂടി സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് ചെയ്യും. നൈസ് ഉത്തരം. എന്താണ് രണ്ടുപേരും കൂടി എന്ത് ചെയ്യും? സംയുക്ത ലീഡറായിട്ട് പ്രവർത്തിക്കും. അങ്ങനെ ഒരുപോലെ വോട്ട് വരരുത്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും കേട്ടോ. ഓക്കെ. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും? ഉണ്ടോ? 100% ഉണ്ട്. പക്ഷേ തോറ്റാൽ ഞാൻ ഒരിക്കലും സങ്കടപ്പെടില്ല. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്? കുട്ടികൾക്ക് വർക്ക് നൽകി സഹായിക്കാറുണ്ട്. അതാണ് ചോദിക്കാൻ. നിങ്ങൾ ജയിച്ചാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ഒരു ചോദ്യം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന്. നിങ്ങൾ ജയിച്ചാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ബത്തൂലെ പറ. എല്ലാവർക്കും വോട്ട് ചെയ്തതിന് നന്ദി പറയും. ബത്തൂല് നല്ല നന്ദിയുള്ള ആളാട്ടോ. കുട്ടികളുടെ ആവശ്യങ്ങൾക്കും നല്ല ഉത്തരാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താനും ഈ സ്കൂളിനെ നയിക്കാനും വേണ്ടിയാണ് അവള് ലീഡർ ആകുന്നത് കേട്ടോ. മലയാളം പഠിപ്പിക്കാൻ അവൾ ഗുണമുണ്ട് കേട്ടോ. നീരല്ലേ നീ? അവൾക്ക് നല്ല ഭാവിയോട്ടുണ്ടെന്നാട്ടോ ഞാൻ കേട്ടെ. ശ്രദ്ധിക്കുക. നല്ല ഒരു ലീഡറെ തന്നെ തെരഞ്ഞെടുക്കുക. ആരാവും നമ്മുടെ ലീഡർ, സ്കൂൾ ലീഡർ ആയാൽ അപ്പൊ നല്ലൊരു സ്ഥാനാർത്ഥിയെ എല്ലാവരും തെരഞ്ഞെടുക്കുക. എല്ലാവരും നാളത്തെ നമ്മുടെ വോട്ടെടുപ്പിന്റെ ത്രില്ലിലായിരിക്കും അല്ലേ? എല്ലാവർക്കും വോട്ട് ചെയ്യണ്ടേ? അപ്പൊ എല്ലാ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥാനാർത്ഥികളെ എല്ലാവരും ഒന്നിനൊന്ന് മിടുക്കന്മാരാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കാം. അവരെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കട്ടോ. ഓക്കെ. പിന്നെ ക്യാൻവാസിംഗ് നടത്താൻ പാടുള്ളൂ കേട്ടോ. നാളെ മുതൽ നിങ്ങൾ ആരും ചിഹ്നം ഉപയോഗിച്ച് നടക്കാൻ പാടില്ല. നാളെ ചിഹ്നം ഉപയോഗിച്ചിട്ട് അവന് ചെയ്യണമെന്നൊന്നും പറയാൻ പാടില്ല. അതേപോലെ നാളെ പ്രചാരണങ്ങൾക്കൊന്നും അനുവദനീയമല്ല. അതുപോലെ തന്നെ എല്ലാവരും വന്നിട്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് മാക്സിമം വോട്ട് കൊടുത്ത് വിജയിപ്പിക്കുക. ഉച്ചയോടുകൂടി അതിന്റെ ഫലം അറിയും. നാളത്തെ ഉച്ചയോടുകൂടി തന്നെ നമ്മൾ ഈ സ്കൂളിന്റെ ഈ വർഷത്തെ ലീഡർ ആരാണ്, കൺവീനർ ആണെന്നൊക്കെ അറിയും. എല്ലാവർക്കും ഹാപ്പി അല്ലേ? ഓക്കെ.